വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്ന കാര്യം. 15-ാം തീയതി നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കൈ നിയർ അറ്റ് ഹാൻഡ്, അതായത് കൈയെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ നിങ്ങൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം പറയാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: എന്താണ് ബഹിരാകാശം? അതായത് എന്താണ് സ്പേസ്? സ്പേസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അന്തരീക്ഷം കാണാനായിട്ട് പറ്റും അല്ലേ, അറ്റ്മോസ്ഫിയർ കാണാനായിട്ട് പറ്റും. ഈ അറ്റ്മോസ്ഫിയറും കടന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹാർഡ് വാക്കം, അതായത് നമുക്കൊരു ശൂന്യാകാശം, ഒരു വായുരഹിതമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബഹിരാകാശം? ഇറ്റ് ഈസ് എ ഹാർഡ് വാക്കം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പേസ് സ്റ്റേഷൻ? അതെന്താണ്? അതായത് ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന മൂണിനെ പറ്റി പഠിക്കാനും, അല്ലെങ്കിൽ മറ്റ് പ്ലാനറ്റ്സിനെ പറ്റി പഠിക്കാനും, അല്ലെങ്കിൽ മറ്റ് സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു ലബോറട്ടറി സെറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദി സ്പേസ്. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. ഇനി ഇതാണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ്? അതായത് നമ്മൾ പറഞ്ഞു, ആ ഒരു സ്പേസിലുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പാണ് നമ്മുടെ ബഹിരാകാശ നിലയം അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇതുപോലെ കുറേ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് അവിടെ നമ്മൾ നേരിടേണ്ടി വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? നമുക്കറിയാം, അവിടെ എന്തില്ല? എയർ ഇല്ല, അവിടെ വാട്ടർ ഇല്ല, അവിടെ ഗ്രാവിറ്റി ഇല്ല, അവിടെ സൗണ്ട് ഇല്ല. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഓർത്തു വെക്കാം. വായുവില്ല, ജലമില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല, ശബ്ദമില്ല, ഗുരുത്വാകർഷണമില്ല. എന്തൊക്കെ പോയിന്റ് ആണ്? നോ എയർ, നോ വാട്ടർ, നോ ഗ്രാവിറ്റി, നോ സൗണ്ട്, നോ വെയിറ്റ്. ഓക്കെ, ഇനി നമുക്ക് മൂണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മൂണുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ മൂൺ ഈസ് എ ബിഗ്ഗസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദി സ്കൈ അറ്റ് നൈറ്റ്. വാട്ട് കുഡ് ബി ദ റീസൺ? അതായത് രാത്രി കാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണല്ലോ. എന്താണ് ഇതിന്റെ റീസൺ? നമ്മളിപ്പോൾ അതിന്റെ ഈ നമ്മുടെ എർത്തിന്റെയും നമ്മുടെ മൂണിന്റെയും സൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും മൂണിന്റെ സൈസ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ രാത്രിയിൽ നോക്കുന്ന സമയം മൂണെന്ന് പറയുന്നത് വളരെ വലുതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മുടെ മൂണെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എർത്തിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൂണ്. സോ അതുകൊണ്ടാണ് മൂണിനെ നമുക്ക് ഇത്രയും ലൈറ്റ് ആയിട്ട്, ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മൂൺ ഈസ് എ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദി എർത്ത്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും കൂടുതൽ തെളിഞ്ഞതും വലുതായിട്ടും നമുക്ക് ചന്ദ്രനെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ചന്ദ്രന്റെ അല്ലെങ്കിൽ നമ്മുടെ മൂണിന്റെ മറ്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, എങ്കിലും നമുക്കൊന്ന് പൊടിതട്ടിയെടുക്കാം അല്ലെ. സ്പെറിക്കൽ ഷേപ്പാണ്, അറ്റ്മോസ്ഫിയർ ഇല്ല, നോട്ട് സെൽഫ് ലൂമിനസ്, അതായത് സ്വയം പ്രകാശിതമല്ല, നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ആണ്, റൊട്ടേറ്റ് ഇറ്റ് സെൽഫ്, റിവോൾവ് അറൌണ്ട് ദി എർത്ത്. അതായത് എന്തൊക്കെയാണ്? അതിന് അന്തരീക്ഷമില്ല, ഗോളാകൃതിയാണ്, ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്, സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കുന്നില്ലെങ്കിൽ പിന്നെ അതെന്താ ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലക്ട് ദ സൺലൈറ്റ് ദാറ്റ് ഫോളോ ഓൺ ഇറ്റ്. അതിന്റെ ആ ഒരു പ്രതലത്തിൽ വന്ന് പതിച്ച സൺലൈറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യുക, അതിനെ പ്രതിഫലിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നിലാവ് അനുഭവപ്പെടുന്നത്. അല്ലാതെ സൂര്യനെ പോലെ മൂണെന്ന് പറയുന്നത് സ്വയം നമുക്ക് പ്രകാശം തരുന്നില്ല. സ്വയം തിരിയുന്നുണ്ട്, ഭൂമിയെ ചുറ്റുന്നുണ്ട്. അതായത് ഭൂമിയെ പോലെ, ഭൂമിയുടെ പ്രത്യേകത എന്താ? സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മൂണും സ്വയം കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെല്ലാവരും എന്താ സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മെമ്മറിയിൽ ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കോൺസ്റ്റലേഷൻ, അതായത് നക്ഷത്ര സമൂഹങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ പറ്റിയൊക്കെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 5ാം ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ സൈലത്തിൻ്റെ പ്രത്യേക ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. നമ്മുടെ എക്സാം ഒക്കെ ടൈമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം ഒന്നും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ആണെങ്കിൽ 30% ഡിസ്കൗണ്ടും ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക. MEGA13 എന്ന് പറയുന്നൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയാവട്ടെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.